നീയാ? ഞാനങ്ങ് പേടിച്ചു പോയി. നീ കയറി വരുന്ന ആരെങ്കിലും കണ്ട? എന്ത് നോട്ടോടിയത്? വീട്ടിൽ കയറി കുറച്ച് മാനസ് വേണ്ടേ? അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചോളാം. താഴെ പിള്ളച്ചേട്ടല്ലേ, നിന്നെ കണ്ട? പിള്ളച്ചേട്ടനെ കണ്ടില്ല, തള്ളച്ചേട്ടൻ കോളേജിൽ പോണത് കണ്ടു. തന്നെ ആരും ഇല്ലല്ലേ? പിന്നെന്തിനാടി ഞാൻ പേടിക്കുന്ന? അയ്യോ വേണ്ട വേണ്ട, അവിടെ നിന്നാ മതി. ഞാനൊരു കാര്യം പറയാൻ വന്നതാണേ. പറഞ്ഞോളൂ. അയ്യ ആദ്യം നീ ടവലൊന്ന് എടുത്ത് കൊടുക്ക്. എന്തിനാടി? ഒന്ന് ഉടുക്ക്. കൊടുത്തോ? കള്ളം പറയരുത്, ഇല്ലേ നിന്നെ കാണാൻ പരമ ബോറാ. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. അയ്യ എന്തൊരു ചിരി. ആ നാളെ കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ പോവാ. ഞാനും പോകുന്നുണ്ട്. എവിടെ? എത്ര ദിവസം? 3 ദിവസം. ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ. താൻ പോണ്ടോ? അയ്യോ അത് പറ്റില്ല, കാശൊക്കെ കൊടുത്തതാ. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറഞ്ഞേ? പോവാതിരിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷേ ശാലിനി ടീച്ചർ മമ്മിയുടെ ഫ്രണ്ട് അല്ലേ, അങ്ങനെ പെട്ടുപോയതാ. അപ്പൊ നമ്മൾ ഇനി എന്നാ കാണുന്നത്? 3 ദിവസം കഴിഞ്ഞിട്ടാ. അതുവരെ ഞാൻ അതെ ഞാൻ എനിക്ക് വിളിച്ചോളാം, റേഞ്ച് കിട്ടുന്നിടത്തുനിന്ന്. എന്നാലും 3 ദിവസം ഞാൻ വേണ്ട ചെറുക്ക വേണ്ട, അധിക സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. 3 അല്ല 30 ദിവസം എന്നെ കണ്ടില്ലേലും നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇറങ്ങുക. നീ ഇന്ന് കോളേജിലേക്കില്ലേ? നിന്റെ മൊബൈൽ ഓഫ് ആണല്ലോ. ചൂടാവല്ലേ കുട്ടാ? നിന്റെ ചൂട് മാറ്റാൻ ഞാൻ ഊട്ടിന്ന് വരുമ്പോഴേ കുറേ മഞ്ഞ് കൊണ്ടുവരാട്ടോ. ഇപ്പോഴത്തെ പ്രശ്നം പ്ലാസ്മ ടിവിയാണ്. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തലാക്ക് ചൊല്ലുന്ന ലക്ഷണം. വാങ്ങിക്കൊടുത്താൽ എന്താ സാറേ? 3 കുട്ടികളുടെ വാപ്പി ആക്കിയില്ലേ സാറിനെ? അപ്പോ വാങ്ങിക്കൊടുത്തേ. പിന്നെ അല്ലാതെ. ഭാര്യമാരുടെ ഡിമാൻഡ് അംഗീകരിച്ചു തുടങ്ങിയാൽ നോ എൻഡ് ടു ഇറ്റ്. മൈ വൈഫ് compels me to take her to Tirupati, but I simply refuse to oblige. പണം വേണ്ടേ? സ്വാമി സാർ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അസി സാറേ. കാര്യം നടക്കണമെങ്കിൽ പ്ലാസ്മ ടിവി തന്നെ വേണം. ഇത്ര ചിരിക്കാൻ തിരിക്കുന്നു, അതിനല്ലേ അസീസ് ദിവസം മുല്ലപ്പൂ അടിച്ചോണ്ട് പോകുന്നത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അയ്യോ സൗരഭ്യം കൂടിപ്പോയല്ലേ സാറേ, 3 എണ്ണം ഉണ്ടെന്ന് ഓർമ്മ വേണം. എന്താ എല്ലാവരും കൂടെ ഒരു കൂട്ടച്ചിരി? ഞാനൂടെ അറിയട്ടെ, പൊക്കുമെങ്കിൽ ഞാനൂടെ ചിരിച്ചേക്കാം. അതൊക്കും തോന്നില്ല എന്റെ സാറേ. ശരിയാ അത് പറഞ്ഞ് ശിശുക്കൾക്ക് മനസ്സിലാവില്ല. എന്റെ മേനോ സാറേ, സാറിന്റെ ലൈനാ ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. മനസമാധാനം ഉണ്ടാകുമല്ലോ. അത് വെറുതെ. ഇടിവീണ തെങ്ങ് പോലെ ജീവിതം പാഴാക്കി കളയുന്നതിന്റെ ഫോളിഷ്നെസ് വയസ്സുകാലത്ത് അറിയുന്നത്. കിടപ്പിലായ ആരുണ്ട് നോക്കാൻ? വിജ്ഞാന ശാകുന്തളത്തിന്റെ വശ്യതയും പ്രണയത്തിന്റെ അഭൗമ മേഖലകളും കീഴടക്കിയിരിക്കുന്നു. രാഹുൽ, നീ ഇതെവിടെയാ? സാർ ഈ ശകുന്തള ശകുന്തളയുടെ കൂടെയാണ് സാർ. ശകുന്തള എങ്ങനെ തനിയെ വിട്ടേ ചേരാനാ സാറേ? കാടല്ലേ. സാറ് മോശമല്ലായിരുന്നു, കുറെ നേരം എവിടെയും കണ്ടില്ലല്ലോ. സാറേ, നമുക്കൊരു ശകുന്തളയെ കണ്ടുപിടിക്കണ്ടേ? വേണം. പിന്നെ വേണം. ഒരു അവിവാഹിതന്റെ ദുഃഖം തനിക്കെങ്കിലും മനസ്സിലായല്ലോ ആദ്യം. എന്താ എവിടെ പോണു? ആരെങ്കിലും പോണു? പ്രിൻസിപ്പലിനെ കാണാൻ. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഐ എം പ്രൊഫസർ ഷീലാദേവി. വിക്ടോറിയ കോളേജിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി. ഓ, മോസ്റ്റ് വെൽക്കം. പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, താങ്ക് യു സർ. എന്നാ ജോയിൻ ചെയ്യുന്നത്? ഇന്ന് തന്നെ, റൈറ്റ് നൗ സർ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ജോയിൻ റിപ്പോർട്ട് എഴുതിക്കോളൂ. താങ്ക് യു. പ്ലീസ് കം. ഇത് പ്രൊഫസർ ഷീലാദേവി, നമ്മുടെ പുതിയ സഹജീവി. ഡിപ്പാർട്ട്മെന്റ് ഹിസ്റ്ററിയാ, പക്ഷെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇവിടെ ആയിക്കോട്ടെന്ന് കരുതി. വെൽക്കം. വിക്ടോറിയ കോളേജിൽ നിന്നല്ലേ?
അതെ. സ്വദേശം പട്ടാമ്പി, സമ്പന്നവും പുരാതനവുമായ തറവാട്ടിൽ ജനനം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി. എബോവ് ആൾ എ ക്രോണിക് ബാച്ചലർ. ആം ഐ കറക്റ്റ് മാഡം? കറക്റ്റ്. എന്റെ ബയോഡേറ്റ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സ്വാമിയുടെ ഡിപ്പാർട്ട്മെന്റ് മാത്സാ, പക്ഷെ ആസ്ഥാനം ഇവിടെയാ. വിജ്ഞാനം എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അപ് ടു ഡേറ്റ്. ഇങ്ങനെ ഒരാൾ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം വരുന്നത് ബയോഡേറ്റ. ഒരു ചരിത്ര ഗവേഷണം, ഡിപ്പാർട്ട്മെന്റ് ഹിസ്റ്ററി അല്ലേ? ഇത് പ്രൊഫസർ ഗോപാലസ്വാമി. നമസ്കാരം. ഇത് മറിയം. ഹലോ. തങ്കമ്മ ടീച്ചർ. നമസ്തേ. സക്കറിയ. നമസ്കാരം സർ. പ്രൊഫസർ ജയദേവൻ, നമസ്കാരം. മലയാളം ഡിപ്പാർട്ട്മെന്റിലെ തനി മലയാളി. നമസ്കാരം. പരിചയപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി കൂടെ ഉണ്ട്, പ്രൊഫസർ ബാലേന്ദ്ര മേനോൻ. May I come in, sir? Good morning. I am Sheila Devi, head of history department. Are you all right? Yes, I am all right. Sit down. Thank you. You are good night. I repeat, എൻ്റെ പേര് ഷീല ദേവി. സോറി, ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. ഒരു ക്ലാസ് കഴിഞ്ഞ് വന്ന് കയറിയതേ ഉള്ളൂ. ശാകുന്തളം പഠിപ്പിച്ചതിന്റെ ഹാങ് ഓവറിലായിരുന്നു. Oh, I see. ഇന്ന് ജോയിൻ ചെയ്തു അല്ലേ? Yeah, just now. എല്ലാവരും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. സാറിന്റെ കാര്യം എല്ലാവരും പറഞ്ഞു. എന്നാ പിന്നെ വൈകിക്കണ്ടെന്ന് വെച്ചു. ഇവിടെ താമസ സൗകര്യമൊക്കെ എങ്ങനെ? ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ടോ, അതോ ഇനി വന്ന് ജോയിൻ ചെയ്യുള്ളൂ? I am a bachelor, just like you. Okay, sir. See you later. എന്താ എന്താ ഇവിടെ എല്ലാവരും സ്വാമി സാറിന് ഇവിടെ ആര് വിളിക്കും? പ്രൊഫസറെ, ഇനി ഇതുപോലൊരു ചാൻസ് വേറെ കിട്ടാനില്ല. വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്. കല്യാണം കഴിച്ചിട്ടില്ല. സ്വാമിയുടെ പണി നോക്കിപ്പോ. അല്ലെങ്കിൽ ഇയാളിവിടെ നനഞ്ഞു വരച്ചിരുന്ന ആക്കാണ് ചേർന്ന്. താനെന്താ ചിരിക്കുന്നത്? ചിരിക്കേണ്ട രംഗമായിരുന്നല്ലോ. തനിക്ക് പറ്റിയ പേര നമുക്കിതങ്ങ് നടത്താം. എന്താ? I repeat, എൻ്റെ പേര് ഷീല ദേവി. I am a bachelor, just like you. I am a bachelor, just like you. നിനക്ക് മീരയെന്ന് പേരിട്ട് നിന്റെ ആ കിളവൻ തന്തയുണ്ടല്ലോ, പുള്ളിയോട് പോയി പറ ഞാൻ നിന്നെ വിളിക്കുന്നത് എന്റെ പ്രിയ ശകുന്തളേന്നാണെന്ന്. നിന്റെ ദുഷ്യന്തം കളിയൊന്നും എന്നോട് വേണ്ടട ചെറുക്കാ. ശകുന്തളെ പറ്റിച്ച് മൂപ്പര് വലിഞ്ഞതുപോലെ മുങ്ങാനുള്ള വല്ല പരിപാടി നിനക്കുണ്ടെങ്കിൽ ആ പൊതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി മോനെ. ലൈറ്റ് ഓഫ് ആക്കാതെ കിടന്നുറങ്ങി. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ബില്ലടക്കേണ്ട ഞാനല്ലേ. ഇവനെ ഇന്ന് ശാകുന്തളം ആശാന്റെ കളരിയല്ലേ മോളെ. അങ്കിൾ ഇങ്ങനെ പാട്ടും പറച്ചിലും ഒക്കെയാണ് ഇങ്ങനെ കത്തി കയറുമ്പോ ഞാൻ എന്റെ പ്രിയതമയായിട്ട് പാറി നടക്കുമായിരുന്നു. വിടറോ ഇടോ, അവ അകത്ത് പഠിക്കുന്ന പ്രേമമാ. വേണ്ട വേണ്ട, കട്ടാക്കൊന്നും വേണ്ട. ആര്? അങ്കിളാ? അങ്കിൾ ഇപ്പൊ സ്വപ്നമൊക്കെ കണ്ട് നല്ല സുഖ നിദ്രയിലായിരിക്കും. ഡോണ്ട് വെറി മാഡം, എവറിത്തിങ് ഈസ് ഓക്കെ. നോ നീഡ് ഓഫ് എനി ടെൻഷൻ. യെസ്, ദെൻ ഐ ആം ഹാപ്പി. അപ്പോ എന്റെ മോക്ക് സ്വീറ്റ് കിസസ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ബൈ ബൈ. വല്ല സാമ്പാർ ഉണ്ടെങ്കിൽ താ. ഓ, അപ്പൊ അതാണ് പ്രശ്നം. ഇഡ്ഡലിക്കല്ല. ഇഡലി തിന്നണമെങ്കിലേ സാമ്പാർ വേണം. അയ്യോ, സാമ്പാർ ഇല്ലല്ലോ കുഞ്ഞെ. അദ്ദേഹത്തിന്റെ സ്വഭാവം കുഞ്ഞിനറിയാലോ.
ചമ്മന്തി ഉണ്ടാവുമ്പോ സാമ്പാറില്ല, സാമ്പാർ ഉണ്ടാവുമ്പോ ചമ്മന്തി ഇല്ല. ചെലവ് ഓർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. കുഞ്ഞുള്ളത് കൂട്ടിയാണ്ട് കഴിക്കേ. തന്നെ കഴിച്ചാൽ മതി. നിക്കടാ അവിടെ. എന്താ ഇവിടെ പ്രശ്നം? ഇഡ്ഡലി കഴിക്കാൻ സാമ്പാർ ഉണ്ടോ എന്ന് അന്വേഷിച്ചതാ. ഇഡ്ഡലി സാമ്പാർ എന്നാണല്ലോ അതിന്റെ പ്രയോഗം. ഇഡ്ഡലി ചമ്മന്തി ആ മതി 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 മതി, അധികം വിസ്തരിക്കണ്ട. ഒക്കെ ഞാൻ കേട്ടു. എല്ലാം കൊടുത്ത് കൊഴിപ്പിച്ച് വിട്ടേക്കണം. ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാനും രാത്രി ഉറങ്ങാതിരുന്ന് പ്രേമിക്കാനും. പൊയ്ക്കോ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ അത് ഇവിടെ നടക്കില്ല. പഠിച്ച് നന്നാവാനാ എന്റെ ചേച്ചി നിന്നെ എന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ പ്രേമിച്ച് നശിക്കാനല്ല. ഓ ഇദ്ദേഹം ഒന്ന് അടങ്ങണം. ഇതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. താനാണ് അവനെ വിചാരിച്ച് വഷളാക്കിയത്. അവൻ മറ്റവളെ കൊണ്ട് നടക്കുക. താൻ തന്നെ പറഞ്ഞൊന്ന് വിലക്കേക്കണം. പ്രൊഫസർ ബാലേന്ദ്ര മേനോന്റെ അന്തസ്സ് അഭിമാനവും പന്താടാൻ ഇവിടെ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. നിനക്കെന്താ അടുക്കള കാര്യം? ഒന്നുമില്ല. എന്നാ പോയി എന്റെ പണി നോക്ക്. ഓ ഓ എന്റെ ദൈവമേ, ഇങ്ങനെയും ഒരാള്. നമസ്കാരം. സാറ് ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവായിരിക്കും. ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പിന്നെ ആരാ ഉള്ളത്? അപ്പൂടല്ലായിരുന്നു. ഓ അയാൾക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്. പിന്നുള്ളത് അനന്തരവനാ. അവനെവിടാ നേരം. ഒന്നുമില്ല, കൈ ചെറുതായിട്ടൊന്നും സാരമില്ല, കുഴപ്പമില്ല. എടോ വല്ലതും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൊച്ചെന്ത് രാഹുലല്ലേ? അതെ. എന്താ സ്പീഡ് ഓടിക്കുന്നത്? ബൈക്ക് ഓടിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണ്ടേ? അത് ഒരു പെൺകുട്ടിയെ മരിച്ചോണ്ട് വളരെ പറ്റിയ പോലെ. ഒന്നുമില്ല. എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. ഒന്ന് മിന്നായിരുന്നേ രണ്ടും തീർന്നു കിട്ടിയേനെ. രണ്ടുപേരുണ്ടായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരൻ പയ്യനും കൂടെ ഒരു വെട്ടുകിളിയും. ഇതിനൊന്നും ചോദിക്കാനും പറയാനും വീട്ടിൽ ആളില്ലാത്തതാ കുഴപ്പം. അതുള്ളതാ. സാറിന്റെ അന്തോനാ കക്ഷി, കൂടെ ഒരു പെൺകുട്ടി.